നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിശ്വജിത്ത്. 5'11" ഹൈറ്റ്, 75 kg വെയിറ്റ്. പൂരാടം നക്ഷത്രം, 1.5 ദോഷം കാട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്. 1.5 ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോരോ ജ്യോത്സ്യരെ ഡിപ്പെൻഡ് ചെയ്യും. ചില ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ ഒരു ദോഷം ഉണ്ടാവുള്ളൂ, ചില ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ അത് ചിലപ്പോൾ 1.5 ദോഷത്തെ കൂടുതൽ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ വാരി ചെയ്യും. അത് ഓരോ ജ്യോത്സ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത് 1.5 ദോഷം എന്നിങ്ങനെ കറക്റ്റ് വിശ്വസിച്ച് ഇവർക്ക് ചേരാവുന്ന നാളെ ഒരു ദോഷം, അര ദോഷം, ശുദ്ധജാതകമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് മാച്ച് ആവാനുള്ള ധാരാളം ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വജിത്തിൻ്റെ കേസ് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. വിശ്വജിത്ത് 5'11" ഹൈറ്റ്, 75 kg വെയിറ്റ്, 33 വയസ്സാണ് ആ കുട്ടിക്ക് പറഞ്ഞിരിക്കുന്നത്. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. GRD കോയമ്പത്തൂർ കോളേജിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ദുബായിലെ ഒരു പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. അച്ഛൻ മുരളീധരൻ, അച്ഛൻ പഴയന്നൂർ ഷാഡോസ് എന്ന് പറയുന്ന തിയേറ്ററിലെ ജനറൽ മാനേജറാണ്. അമ്മ രാജി മുരളീധരൻ. തിരുവല്ലാമലയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ താല്പര്യമുള്ള, ദുബായിലോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഫൈൽ കൺസിഡർ ചെയ്യാം. ഒരിക്കൽ കൂടെ വിശ്വജിത്തിനെ കുറിച്ച് ഞാൻ പറയാം. വിശ്വജിത്ത് 5'11", 75 kg വെയിറ്റ്, പൂരാടം നക്ഷത്രം, 1.5 ദോഷം കാട്ടിയിട്ടുണ്ട്, 33 വയസ്സ്. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. GRD കോയമ്പത്തൂർ എന്നാണ് പാസ്സായിരിക്കുന്നത്. ദുബായിൽ വർക്ക് ചെയ്യുന്നു. മുരളീധരൻ അച്ഛൻ അവർ പഴയന്നൂരിലെ പ്രശസ്തമായ ഒരു തിയേറ്റർ കോംപ്ലക്സിൻ്റെ ജനറൽ മാനേജറാണ്. അമ്മ രാജി മുരളി തിരുവല്ലാമലയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. എല്ലാ ഫർദർ ഡീറ്റെയിൽസും ഞാൻ തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 പോയിന്റുകൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുകയാണ്. വിവാഹപ്രായം എത്തിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, വിവാഹം വേണമെന്ന തീരുമാനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനും സഹോദരങ്ങളും വിവാഹപ്രായം എത്തിയ കുട്ടിയുമായിട്ട് സംസാരിക്കണം. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും ഇതിനെപ്പറ്റി പറയാനുണ്ടാകും. ക്വാളിഫിക്കേഷൻ, ജോബ്, ലൊക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, ഇവ പല കാര്യങ്ങളും ആ കുട്ടിക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ടാവും. അത് കേൾക്കാൻ ശ്രമിക്കണം. മുഴുവനായിട്ട് നടക്കുന്നില്ലെങ്കിലും കഴിയാവുന്നത്ര അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. 100% ഒന്നും മീറ്റായി എന്ന് വരില്ല, ബട്ട് നന്നായിട്ടൊന്ന് ശ്രമിക്കണം. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്താണ് കുട്ടി പറയുന്നത് എന്നുള്ളത്. അടുത്തത്, നിങ്ങളുടെ തറവാട്ടിലെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവിക സാന്നിധ്യങ്ങളെ അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അടുത്തത്, നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കലാണ് അടുത്ത ജോലി. പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ജാതകത്തിനെ കുറിച്ച് എഴുതുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പലപ്പോഴും ജാതക വർത്തമാനങ്ങൾ എഴുതുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന രീതിയിലേക്ക് മാറിപ്പോകാറുണ്ട്. കുജദോഷം, രാഹുദോഷം, ചൊവ്വാദോഷം, 7 ചൊവ്വ, 8 ബുധൻ, എന്തൊക്കെയോ അങ്ങനെയൊക്കെ പലതും എഴുതി വിടുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ പേടിയാവും. ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ, ഇത് അയ്യോ വേണ്ട, നമുക്കിത് നോക്കണ്ട. അങ്ങനെ തന്നെ പ്രൊഫൈലുകൾ റിജക്റ്റ് ആവുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. നിങ്ങൾക്കറിയാത്തൊരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ വർത്തമാനം പറയാതിരിക്കുക. അപ്പോൾ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ജാതക വർത്തമാനം കുറച്ച് എഴുതുക. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് കാട്ടുക. ഏത് സ്കൂളായിരുന്നു, കോളേജ് ഏതായിരുന്നു. പലരും ഇപ്പോൾ IIT ചെന്നൈ പാസ്സായി കഴിഞ്ഞു, MTech പാസ്സായി, BTech പാസ്സായി. ഇവർ BTech എഴുതും, MTech എഴുതും, വേറെ ഒന്നും എഴുതില്ല. അപ്പോൾ ഈ കോളേജുകൾക്കൊക്കെ ഒരു വിലകളുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ഇതൊക്കെ ഒരു എലൈറ്റ് കോളേജുകളായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എലൈറ്റ് കോളേജോ അല്ലെങ്കിൽ ഏത് കോളേജോ ആയിക്കോട്ടെ,
തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എഴുതാൻ ശ്രമിക്കണം, സബ്ജക്റ്റ് എഴുതാൻ ശ്രമിക്കണം, എന്താണ് ക്വാളിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത് വെച്ചാൽ അതും എഴുതണം. ബിടെക് ആണെന്ന് വെച്ചാൽ ബിടെക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇന്ന കോളേജ് ആണെങ്കിൽ ഇന്ന കോളേജ്, അത് കാട്ടുക. അടുത്തത് ജോലി സ്ഥലം ഡെസിഗ്നേഷൻ. ജോലിയുടെ എന്താണ് ജോലി സ്ഥലത്ത് തന്നിരിക്കുന്നുള്ള പേര് അത് എഴുതുക. എവിടെയാണ് ജോലി, ഏത് കമ്പനിയിലാണ് ജോലി എന്നെല്ലാം എഴുതുക. ശമ്പളം, CTC, കോസ്റ്റ് കമ്പനി, എത്ര രൂപ വെച്ചാൽ അത് എഴുതുക. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതല്ല നിങ്ങളുടെ ശമ്പളം, മറിച്ച് PF, ഗ്രാറ്റുവിറ്റി, ഇൻസെൻറ്റീവ്, ബോണസ്, പല സാധനങ്ങളും നേടാവുന്ന ഒരു സംഭവമാണ് ശമ്പളം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് എഴുതുക. ഫോറിൻ കൺട്രിയിലെ കുട്ടികൾക്കൊക്കെ വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതാൻ ശ്രമിക്കുക. അടുത്തത് നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഈ നല്ല മാട്രിമോണിയൽ സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക? 1-2 പേരെങ്കിലും നല്ല അഭിപ്രായം പറയുന്ന ദിക്കിൽ മാത്രം ചെയ്യുക. മറ്റേത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടായിക്കൊള്ളുന്നില്ല. വെറുതെ പൈസ കൊടുക്കുക എന്നല്ലാതെ യാതൊരു കാര്യമുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാര്യം നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്ന പ്രൊഫൈൽ അവർക്ക് വരണ്ടേ, അവരുടെ കയ്യിൽ വരണ്ടേ. അവർക്ക് വരില്ല, പിന്നെ അവരെവിടെ നിന്ന് എടുത്ത് തരും? അപ്പം നിങ്ങൾ ഇങ്ങനെ കുറേ പൈസ കൊണ്ടേ കൊടുക്കുന്നു, അവരൊന്നും മിണ്ടാതിരിക്കും, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളെ എനിക്കറിയാം. അതേപോലെ തന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്തൊക്കെയെന്ന് ചോദിക്കണം. എത്ര രൂപയാണ്, കല്യാണം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് ചോദിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ കല്യാണ തലേന്ന് വന്ന് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് തലേന്ന് വന്ന് വഴക്കും ബഹളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേക്കൊന്നും പോകരുത്. അടുത്തത് നല്ല പ്രൊഫൈലുകൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വീകാര്യമായ പ്രൊഫൈലുകൾ ആ മാട്രിമോണി സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് മുഖാന്തരോ എങ്ങനെയെങ്കിലും ആവട്ടെ പ്രൊഫൈലുകൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രൊഫൈലുകൾ ഫോട്ടോ സഹിതം ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും കൊടുക്കുക. എന്നിട്ട് ചോദിക്കുക, ഇത് ഓക്കെ ആണോ? അവർ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രൊഫൈലിൻ്റെ രക്ഷിതാക്കളെ വിളിച്ച് സംസാരിക്കണം. അവർക്ക് മോക്കെയാണ്, 2 പേർക്കും ഓക്കെ ആയി കഴിഞ്ഞാൽ 2 പേരുടെയും വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. കുട്ടികൾ കുറച്ച് ദിവസമെങ്കിലും സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വീട്ടിലോട്ടൊക്കെ പോവാവൂ, പെണ്ണ് കാണൽ ചടങ്ങ് ചെയ്യാവൂ. പുറത്ത് വെച്ച് കാണലാണ് അഭികാമ്യം. കുട്ടികൾ പുറത്ത് വെച്ച് കാണണം. ജോബ് ലൊക്കേഷൻ എവിടെ വെച്ചാൽ അവിടെയൊക്കെ വെച്ചിട്ടോ ആ ഏരിയയിൽ ആ സിറ്റിയിലോ, അല്ലാണ്ട് ഓഫീസിൽ പോയിട്ട് കാണണമെന്നല്ല ഞാൻ പറയണം, ആ സിറ്റിയിലൊക്കെ ഒന്ന് പോയിട്ട് കാണുക. കാരണം ആ കുട്ടികൾക്ക് പലതും സംസാരിക്കാനുണ്ടാവും. വല്ല ലവ് അഫെയർ ഉണ്ടോ, എഡ്യൂക്കേഷൻ എന്താണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് സംസാരിക്കണം. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, പഠിപ്പെന്താ, ജോലി എന്താ, ഇവ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ലൊക്കേഷൻ, നാട് വീടൊക്കെ എവിടെ, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, അമിതമായ ലോണുകൾ വല്ലതുമുണ്ടോ, ബാങ്കിങ് ലോൺ, CMI എത്ര ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് തീർച്ചയായിട്ടും കാണണം. കണ്ടതിന് ശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിലോട്ട് പോകാവൂ. വെറുതെ ലഡു കാപ്പിയൊക്കെ കഴിച്ച് ഇരിക്കുന്ന ആ സമ്പ്രദായമൊക്കെ ഇപ്പം നിന്ന് കഴിഞ്ഞിരിക്കുന്നു. അതൊരു ചണ്ടിത്തരമായിട്ടുള്ള പരിപാടിയാണെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും ആദ്യമൊക്കെ നേരെ കണ്ട് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ ഈ പെണ്ണ് കാണൽ ചടങ്ങായി നടത്താവൂ. കഴിയുന്നതും പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നോ എന്ന് പറയാൻ പാടില്ല. അതായത് അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ച് ഉറപ്പ് വരുത്തിയിട്ട് മതി പെണ്ണ് കാണൽ ചടങ്ങിലോട്ട് പോവുക. പിന്നെ ഈ വീട്ടുകാരെയൊക്കെ കാണൽ മാത്രമാണ്. അതൊക്കെ കാണാൻ കഴിയാവുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും ഒരു നോ എന്നുള്ളൊരു വാക്കിലേക്ക് പോവാതെ അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനമ്മമാരൊക്കെ റിട്ടയർഡ് ലൈഫ് സ്വസ്ഥമായിട്ടിരിക്കാനും വിവാഹം കഴിഞ്ഞ കുട്ടികളുടെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുവരുന്നത്. മറ്റുള്ള നല്ലൊരു ശതമാനം കേസുകളും മാക്സിമം 10 ദിവസം, 1 മാസം ഇതിനൊക്കെ ഡിവൈസ് ആയിട്ട് വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കഴിയാവുന്നത്ര
അതിലോട്ടൊന്നും പോകരുത്. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.